ഹലോ, ഇന്ന് നമുക്കിതേ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ച ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. പച്ചയെന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങിയിട്ടില്ലാന്നേ ഉള്ളൂ. ഇത് നല്ല പഴുത്ത പാകമായിട്ടുള്ളതാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല മധുരമാണിത്. ഇത് നല്ല ഇനം ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരു ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഞാൻ നീളത്തിനാണ് കട്ട് ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും ഇതുപോലെ കുരു ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2 പച്ചമുളകും ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മൾ അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം വേണമെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴത്തിന് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്, ഞാനിവിടെ മധുരം ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണങ്ങി ഈത്തപ്പഴല്ലേ അച്ചാറിടുക. ഇത് നല്ല കറുകറാന്നിരിക്കും. ഒത്തിരി അങ്ങ് വേവിക്കാൻ നിൽക്കണ്ട. ഒന്ന് മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.